പിന്നെ മുഖ്യമന്ത്രി കല്യാശ്ശേരിയിൽ ഞങ്ങൾ കാസർഗോഡ് നിങ്ങളെ കരിങ്കൊടി കാണിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളങ്ങനെ കരിങ്കൊടി കാണിക്കാനൊന്നും ഒരു പ്ലാനും ഞങ്ങൾക്കില്ല. നിങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് കല്യാശ്ശേരി കരിങ്കൊടി കാണിച്ചത്? ഒരു പ്രകോപനവും ഇല്ലാതെ നിങ്ങൾ വെളുപ്പാങ്കാലത്ത് ആളുകളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കരുതൽ തടങ്കൽ. നിങ്ങളൊരു ജില്ലയിലേക്ക് വന്നെങ്കിൽ ഞങ്ങളുടെ ആളുകളെ കരുതൽ തടങ്കൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. എന്തിനാ? ഒരു പ്രകോപനം ഇല്ലാതെ രാത്രി ഇതെന്ന് തുടങ്ങി കേരളത്തിൽ ഇത് കരുതൽ തടങ്കൽ? നിങ്ങളിതൊക്കെ കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ? നിങ്ങളിത് കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ ഒരു കാലത്ത്? എന്നിട്ട് ആ കരുതൽ തടങ്കൽ നിയമം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ. രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ, വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോവാണ് കരുതൽ തടങ്കൽ. അതിൽ പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് വടി വെച്ചും ക്രൂരമായും മർദ്ദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പറയും കരിങ്കൊടി കാണിക്കാനുള്ളതൊക്കെ ജനാധിപത്യത്തിലെ പ്രതിഷേധമാണ്, അത് അവർ ചെയ്യട്ടെ, അവരെ ഉപദ്രവിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുമെന്ന് കരുതി. പോലീസ് കേസെടുത്തു വധശ്രമത്തിന്. അങ്ങയുടെ കീഴിലുള്ള പോലീസ് ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പ് വടി വെച്ചുകൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുത്ത മാറ്ററിൽ അങ്ങ് പറഞ്ഞെന്താ? ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരും എന്നാണ് പറഞ്ഞത്. അങ്ങ് ഈ ഭരണഘടനാപരമായ സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയാമായിരുന്നോ? അങ്ങ് എത്ര ചെറുതായി പോയി. അങ്ങ് ഒരു വലിയ വളരെ ഒരു ചെറിയ മനസ്സുള്ള ഒരാളായി ചുരുങ്ങിപ്പോയില്ലേ? ഈ കുട്ടികളെ ഇതുപോലെ തല്ലുന്നത് കണ്ടിട്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ട് അത് മാതൃകയാണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞപ്പോഴല്ലേ കേരളം മുഴുവൻ ഈ അതിക്രമം നടന്നത്? പിന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാമാണ് നടന്നത്? കണ്ണൂരിൽ ഒരു പെൺകുട്ടിയുടെ കൈതല്ലി ഒടിച്ചു. തിരുവനന്തപുരത്ത് മൂക്കിന്റെ പാലടിച്ചൊടിച്ചു ഒരു പെൺകുട്ടിയുടെ. വേറൊരു പെൺകുട്ടിയെ നിലത്തിട്ട് മുടിയിൽ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടി നിന്നു. എത്ര ക്രൂരമായി! ഇപ്പോഴും കിടക്കുകയാണ് അനന്തപുരി ആശുപത്രിയിൽ. അനങ്ങാൻ വയ്യാതെ ഒരു പെൺകുട്ടി മാറി നിന്നാണ് സമരത്തിൽ ചെന്ന് പുറയിൽ അടിച്ച് സെർവിക്കൽ തകരാറുണ്ടാക്കി. മാറി നിന്നൊരു കുട്ടിയെ പോയിട്ടാണ് പോലീസ്, പുരുഷ പോലീസുകാർ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് കാണിച്ചത്! കേരളം മുഴുവൻ നൂറുകണക്കിന് പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, നൂറുകണക്കിന് പേർ ആശുപത്രികളിലായി, നിരവധി ആളുകൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്ലോറിഡയിൽ ഒരു കറുത്ത വർഗക്കാരനോട് ചെയ്തതുപോലെ കഴുത്ത് ചേർത്ത് പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. നിങ്ങളുടെ ഗൺമാൻ, നിങ്ങളുടെ ഇടതും വലതും ഭാഗത്ത് കിടക്കുന്നവർ ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ തല്ലി. നിങ്ങളുടെ വാഹനം കടന്നുപോയതിനു ശേഷം ആരധികാരം കൊടുത്തു? ആരാണ് അധികാരം കൊടുത്തത്? എന്നിട്ട് ഞങ്ങളെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് കോടതി FIR ഇടാൻ പറഞ്ഞിട്ട് അവർക്ക് സമയമില്ല.